ഹിന്ദുത്വവും ഹിന്ദുമതവും ഒന്നല്ല. RSSനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ഹിന്ദു മതത്തെ വിമർശിക്കുന്നതാവുന്നത്? ഹിന്ദുത്വയെ ഏറ്റവും ശക്തമായി എതിർക്കേണ്ടത് ഈ കാലഘട്ടത്തിന് അനിവാര്യതയാവുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. ആ ഭരണകൂടം ഈ ഐഡിയോളജിയെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും കടത്തിവിടുന്നു. ഈ ഐഡിയോളജി ഉപയോഗിച്ച് ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നു. പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി പൗരത്വത്തെ മതവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. മണിപ്പൂരിൽ പ്രശ്നമുണ്ടായിട്ട് അല്പം പോലും സെൻസിറ്റിവിറ്റി കാണിക്കാത്തൊരു ഭരണകൂടം. ഭരണാധികാരികൾക്ക് അവിടെ പോകാതിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. വളരെ സെക്യുലറായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് മതത്തെ സമീപിക്കുന്നത് പലപ്പോഴും. ആ മതവിശ്വാസത്തെ ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തി ദുരുപയോഗം ചെയ്യുകയാണെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഇന്ത്യയായി നിലനിർത്തുന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്തും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. ആ ഗ്യാരണ്ടിയെ ഇന്ത്യ തള്ളിക്കളയണം. ഇന്ത്യ തള്ളിക്കളഞ്ഞേ പറ്റും. എങ്കിൽ മാത്രമേ ഇന്ത്യയായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ കടന്നുപോയ അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ 10 വർഷങ്ങൾ, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ നടത്തിയ ഭരണകൂട ഇടപെടലുകൾ, ഒരുപാട് മനുഷ്യർ, മതേതരത്വത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിൽ ആകുലത സൃഷ്ടിച്ച 10 വർഷം കൂടിയായിരുന്നു. ഒരുപാട് ശബ്ദങ്ങൾ ബഹുസ്വരതയ്ക്ക് വേണ്ടി, ജനായത്വ വ്യവസ്ഥയ്ക്ക് വേണ്ടി പല കോണുകളിൽ നിന്നും ശബ്ദങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ആ രീതിയിൽ ഉയർന്നു കേട്ട വളരെ പ്രസക്തമായൊരു ശബ്ദമായിട്ടാണ് എനിക്ക് അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാറിൻ്റെത് തോന്നിയത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് എത്തിയതെന്ന് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഞാൻ ആദ്യമായി ജ്യോതിയുടെ പ്രസംഗം കേൾക്കുന്നത് ഈ CAA വിരുദ്ധ സമരകാലത്ത് നടത്തിയ ഏതോ വേദിയിൽ നടത്തിയ ഒരു പ്രസംഗം പിന്നീട് വളരെ വൈറലാകുകയും ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം അതൊരുപാട് ആളുകൾ കേൾക്കാനിടെ ആരാണിത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇങ്ങനൊരു രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഷിബു ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയ കാര്യം വളരെ പ്രസക്തമാണ്. നമ്മളെയൊക്കെ ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ആശങ്കയുണ്ട്, ആകുലതയുണ്ട്. രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി, രാജ്യത്തിൻ്റെ അടിത്തറയെപ്പറ്റി, ജനായത്ത മതേതര ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സൗന്ദര്യമുണ്ട്. അതാണ്, ആ സൗന്ദര്യത്തിന് എന്തെങ്കിലും പോറലേൽക്കുന്നോ, ഏറ്റുകൊണ്ടിരിക്കുന്നോ, അതെങ്ങനെ മാറും, ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, തടയാൻ പറ്റും, തടുക്കാൻ പറ്റും, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ആകുലത മനസ്സിൽ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വളരെ ജൈവികമായി സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കോളേജ് ജീവിത കാലഘട്ടത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത്, പിന്നെ രാഷ്ട്രീയത്തെ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു പാർട്ടിയിൽ അംഗമായി പ്രവർത്തിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു ചിന്ത മാറിയിട്ട് കുറേ കാലങ്ങളായി. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധ്യമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ജീവിതത്തിലാണ്. നമ്മൾ ജീവിക്കുന്ന അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമ്മളുടെ ചിന്തയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഒരു ബോധ്യം നമ്മൾ സ്വാംശീകരിക്കുന്ന, ഓരോ ദിവസവും പഠിക്കുന്നതിലൂടെ, വായിക്കുന്നതിലൂടെ സ്വാംശീകരിക്കുന്ന കുറച്ച് ബോധ്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജെൻഡറിനെ പറ്റിയിട്ടുള്ള, ലിംഗസമത്വത്തെ പറ്റിയിട്ടുള്ള ബോധ്യം, സാമൂഹിക നീതിയെ കുറിച്ചുള്ള ബോധ്യം, ജാതി വിവേചനത്തിനെതിരെ നമ്മൾ പോരാടണമെന്ന ബോധ്യം, വർഗത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിലുള്ള അസമത്വത്തിനെതിരെ പോരാടണമെന്നുള്ള ബോധ്യം, നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം, ന്യൂനപക്ഷങ്ങളോട്, അത് ഭാഷാ ന്യൂനപക്ഷമാകട്ടെ, മതന്യൂനപക്ഷമാകട്ടെ, ലൈംഗിക ന്യൂനപക്ഷമാകട്ടെ, ആരോടും വിവേചനം പാടില്ല എന്നുള്ളൊരു ബോധ്യം, ഈ രാജ്യം എല്ലാവരുടേതുമാണെന്നുള്ള ബോധ്യം, ഈ രാജ്യത്തിൽ ഒരാളും ഒന്നിൻ്റെ പേരിലും
ഒരാളോടും വിവേചനം കാണിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഒരു കാതൽ, നമ്മുടെ ഒരു കോറിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ബോധ്യങ്ങളാണ്. പിന്നെ ഇത് പ്രകടമാക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നത് പിന്നീട് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ സംസാരിച്ചു. ട്രാൻസ്ലേഷൻ വന്നപ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ ബോധ്യം എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ പ്രസംഗങ്ങളിൽ വളരെ ആഴത്തിൽ അദ്ദേഹം ആശയപരമായ ഒരു പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതായത് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന, നമ്മളൊക്കെ മതേതര ജനായത്ത ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയവും, മറുവശത്ത് ഇന്ത്യയെ ഏകശിലാത്മകമാക്കുന്ന, മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രഭാവന നിർമ്മിച്ചെടുക്കുന്ന, മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ വിഭജിപ്പിക്കുന്ന വേറൊരു രീതിയിലുള്ള ഈ രാജ്യത്തിൻ്റെ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തിൻ്റെ ഒരു അടിത്തറ ഇല്ലാതാക്കാവുന്ന രാഷ്ട്രീയം, ഇത് തമ്മിലൊരു ആശയ സംഘർഷത്തെ പറ്റിയിട്ടുള്ള ആഴത്തിലുള്ളൊരു ധാരണ, അത് മനസ്സിൽ കൂടുതൽ ഈ പരിഭാഷ സമയത്ത്, ഇതിനു വേണ്ടി ചിന്തിക്കുന്ന സമയത്ത് അത് മനസ്സിൽ ഉറച്ചുപോയി. പിന്നീട് ഈ CAA സമരം വന്ന സമയത്ത് യാദർച്ഛികമായിട്ട് ഒരു വേദിയിൽ സംസാരിച്ചു. അതങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് പരിണമിച്ച് പോയത്. അന്ന് മനസ്സിലുണ്ടായിരുന്നത്, നമ്മുടെ കൂടെയുള്ള മനുഷ്യർ, എല്ലാ മനുഷ്യരും ഇന്ത്യക്കാർ തുല്യരാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ സങ്കടപ്പെടുമ്പോൾ നമ്മളെങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? മനുഷ്യർ വേഷത്തിൽ വ്യത്യസ്തരാണ്, മതവിശ്വാസത്തിൽ, എനിക്ക് പ്രത്യേകിച്ച് മതവിശ്വാസമില്ലാത്ത ആൾ, മതവിശ്വാസത്തിലും ജാതിയുടെ ആചാരങ്ങളും അധിഷ്ഠിതമായി ജീവിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ കൂടെയുള്ള മനുഷ്യർ സങ്കടപ്പെടുമ്പോൾ, അത് ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ജാതിയിൽപ്പെട്ട ആളുകളാവട്ടെ, ഏത് രീതിയിലുള്ള ആളുകളാവട്ടെ, ഏത് ചുറ്റുപാടിലുള്ള ആളുകളാവട്ടെ, അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കുന്നത് നമ്മുടെ ധാർമ്മികമായ, ശബ്ദിക്കാതിരിക്കാൻ പാടില്ല, അത് നമ്മുടെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണെന്ന് തോന്നി അതങ്ങനെ സ്വാഭാവികമായിട്ട് സംസാരിച്ചതാണ്. നമ്മുടെ രാജ്യം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണല്ലോ. ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നല്ല എനിക്ക് തോന്നിയത്, ഒരു പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഇനിയും ഒരു വലിയൊരു ഏകാധിപത്യ ശക്തിയിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നിർണായകവുമാണ്. നേരത്തെ ജ്യോതി പറഞ്ഞു, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുടെ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആളുകളുടെ മാത്രം ഒരു മേഖലയല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ ഇങ്ങനെയുള്ള ഇന്ത്യ എന്നുള്ള ആശയം തകർക്കപ്പെടുന്നതിൽ ആശങ്കാകുലരായ ഒരുപാട് മനുഷ്യർ ഈ ഒരു ഇലക്ട്രൽ പ്രോസസ്സിൽ പങ്കാളികളാവുന്നുണ്ടെന്നുള്ളതാണ്. സാധാരണഗതിയിൽ കാണുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളല്ല. പല മനുഷ്യരും, സിവിൽ സൊസൈറ്റി ഇതിൻ്റെ ഭാഗമാവുന്നു, മനുഷ്യാവകാശ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് ഇറങ്ങുന്നു, എഴുത്തുകാർ ഇതിൻ്റെ അകത്ത് വരുന്നു, ഒരുപാട് കലാകാരന്മാർ വരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരുപാട് മനുഷ്യരെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കാൻ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പ്രാവശ്യം നടക്കുന്നതെന്ന് തോന്നുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം മാത്രമല്ലെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്, ഈ രാഷ്ട്രത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ചുമതല മുഴുവൻ സമയ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല, അതെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തോട്, നമ്മുടെ രാജ്യത്തോട്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതം നമ്മുടെ സമൂഹവും രാഷ്ട്രവുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും പോകട്ടെ, എങ്ങനെയെങ്കിലും പോകട്ടെ, അത് രാഷ്ട്രീയക്കാരോ അധികാരത്തിലിരിക്കുന്നവരോ തീരുമാനിച്ചുകൊള്ളും. നമുക്കതിൽ ഉത്തരവാദിത്വമില്ലെന്ന് ചിന്തിക്കാൻ ആർക്കും പറ്റില്ല. ആ ഒരു പൗരബോധം മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം പ്രസക്തമാണ്. കാരണം തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സംസാരിക്കുമ്പം എൻ്റെ ഉള്ളിലെ ബോധ്യവും ആളുകളോട് പറയുന്നതും ഇതിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. എൻ്റെ രാജ്യത്ത് സമാധാനം ഉണ്ടാവണം, എൻ്റെ രാജ്യത്തെ എല്ലാ മനുഷ്യരും മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കണം. മതത്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല. ഒരു വിഭാഗം ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷക്കാരായി ഈ രാജ്യത്ത് ജനിച്ചുപോയ മനുഷ്യരെ അടിച്ചമർത്താൻ പാടില്ല. ഞങ്ങൾ അവരെക്കാളും മുകളിലാണെന്ന് ഒരു ഭൂരിപക്ഷവും ന്യൂനപക്ഷത്തോട് പറയാൻ പാടില്ല.
നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ജന്മം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മനുഷ്യരുടെ ഒരിടമായിട്ടാണ് നമ്മുടെ ദേശം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു ഇമേജ് അങ്ങനെയാണ്. അവിടെ ഇന്ത്യ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ മേൽക്കോയ്മയിൽ സ്ഥാപിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ യുവജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു വലിയ വിഭാഗം, ഞാൻ എല്ലാ വിഭാഗം എന്ന് പറയുന്നത്, ഒരു വലിയ വിഭാഗം യുവജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഈ പക്ഷത്ത് നിൽക്കുന്നത്? അവർ ഒരു പക്ഷേ ചരിത്രം മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങളിൽ, ഈ മതവിദ്വേഷ പ്രചരണങ്ങളിൽ, വിഭജനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ അതിൽ ഇരകളായി പോകുന്നതാണോ? എന്താണ് ജ്യോതിക്ക് തോന്നിയത്? അല്ല, ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് വളരെ ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു അക്കാഡമിക് അല്ല. പക്ഷെ ഞാനൊരു സോഷ്യോളജി എന്ന വിഷയം കുറേ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു സാമൂഹിക മാറ്റത്തിന് ഇതിൽ വലിയ റോളുണ്ട്, പങ്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യ, ആഗോളവൽക്കരണം, ഒരു പുതിയ തലമുറ എന്താണ് സ്വാധീനിക്കുന്നത്? ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഒരു യൂണിഫോം, ഒരേപോലെയുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലേക്കും ശൈലിയിലേക്കും നിലനിൽപ്പിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ ആളുകൾക്ക് അവരവരുടെ വേരുകളിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. എവിടെയോ ഒരിക്കലും പറഞ്ഞതുപോലെ ഒരു കാല് നമ്മുടെ ഭാവി നിൽക്കുമ്പം ഒരു കാല് പാസ്റ്റിലാണ്, ഭൂതകാലത്തിലാണ് നിൽക്കുന്നത്. ട്രഡിഷന്, പാരമ്പര്യത്തിന്, ഈ റിച്വൽസ്, ആചാരങ്ങൾക്ക്, ചടങ്ങുകൾക്ക്, മതത്തിന് ഒക്കെ വലിയ പ്രാധാന്യം ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ഈ പാരമ്പര്യത്തെ നമ്മളങ്ങ് കണ്ണടച്ച് അന്ധമായിട്ട് സ്വീകരിക്കുകയാണ്. ആ പാരമ്പര്യത്തിൽ മാറ്റി നിർത്തേണ്ട ഘടകങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല. പാരമ്പര്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ പാട്രിയാർക്കി ഉണ്ട്, അതിൻ്റെ കൂടെ ജാതിയുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഒരുപോലെ അങ്ങ് ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ മതവിശ്വാസം ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വേരുകളില്ലാതെ പോകുന്ന ഒരു തലമുറയ്ക്ക് മതവിശ്വാസം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ അരക്ഷിതത്വം, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ അരക്ഷിതത്വം വല്ലാതെ കൂടുന്നുണ്ട്. പിന്നെ ജോലികളുടെ സ്വഭാവം, കോൺട്രാക്ട്, കരാർ ജോലികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു സുരക്ഷിതത്വം, സ്ഥിരത ഇല്ലാതിരിക്കുന്ന ഒരു ജീവിതത്തിൽ ഈ മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു വലിയ സാധ്യത, ആ സാധ്യതയെ ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം മുതലെടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മതവിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയാണ്. ആ മതവിശ്വാസത്തെ ദേശീയതയുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ്. മതനിരപേക്ഷ ദേശീയതയിൽ നിന്നും മതാത്മക ദേശീയതയിലേക്ക് പോകുന്നു. ഈ മതവിശ്വാസത്തെ സംസ്കാരവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയാണ്. സെക്യുലറായിട്ടുള്ള ദേശീയതയെ, മതനിരപേക്ഷമായ ദേശീയതയെ സാംസ്കാരിക ദേശീയതയായിട്ട് മാറ്റുന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ, ഭൂരിപക്ഷ മതത്തിൻ്റെ സംസ്കാരം ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. ഭൂരിപക്ഷ മതത്തിൻ്റെ രീതികൾ ഈ രാജ്യത്തിൻ്റെ രീതികളാണ്. ഭൂരിപക്ഷ മതത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ ധാരയാവണം ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത യുവജനങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതിനൊപ്പം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ന് എപ്പോഴും യുവതലമുറ ഭാവിയിലേക്ക് നോക്കുന്നവരാണ്. അവർക്ക് വികസനം, ഡെവലപ്മെൻറ്റ്, ആ വികസനം എന്ന് പറയുന്ന ഒരു ആശയത്തെ എങ്ങനെയാണ് നമ്മൾ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? അവർക്കിപ്പോൾ കാണുമ്പോഴുള്ള വികസനം, നമുക്ക് നല്ല കെട്ടിടങ്ങൾ, തിളക്കമാർന്ന കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, റോഡുകൾ, ഫ്ലൈ ഓവറുകൾ, ഇങ്ങനെ കാഴ്ചയിലാണോ നമ്മുടെ കാഴ്ച പോലും കാണുന്നതെല്ലാം ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന ഒരു കൺസ്യൂമർ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കും. അതിൽ മുതലാളിത്തത്തിൻ്റെ വലിയ സ്വാധീനം. എല്ലാം കാഴ്ചകൾ മനോഹരമായിരിക്കണം. മനോഹരങ്ങളായ കാഴ്ചകളെ നമ്മൾ വികസനമാക്കി ധരിക്കുമ്പം ഇവിടെ ഈ രാജ്യത്തിൻ്റെ 1% ആളുകളുടെ ഇടയിൽ രാജ്യത്തിൻ്റെ 40% സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുകയാണെന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവർ മനസ്സിലാവുന്നില്ല. വികസനം എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാ മനുഷ്യരും ചേർന്ന് ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നതായിരിക്കണം വികസനം എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ വികസനത്തിലും ഈ ട്രഡീഷനിലും എല്ലാം കൂടി ഇവർ ആശയക്കുഴപ്പത്തിലായി പോകുന്നു എന്ന സംശയം എനിക്കുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴേക്ക് നമുക്കറിയാം, കേരളത്തിന് ഒരു പുരോഗമന ആശയങ്ങളാൽ ഉഴുതുമറിക്കപ്പെട്ട ഒരു മണ്ണാണ് കേരളത്തിൻ്റെത്. നവോത്ഥാനം പ്രക്രിയ വളരെ പങ്കുവഹിച്ചൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ പിൽക്കാലത്ത് നോക്കുമ്പോഴേക്ക് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കുറച്ചും കൂടി ചില പ്രത്യേക മതങ്ങളോടുള്ള ഒരു മുൻവിധി, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിദ്വേഷം പോലെ ആളുകളുടെ മനസ്സിൽ പരക്കുന്നത് തോന്നിയിട്ടില്ല? അത് അല്ല, കേരളത്തിൻ്റെ നവോത്ഥാനത്തെ പറ്റി അത് ജാതിയാവട്ടെ, മതമാവട്ടെ, ഇപ്പോൾ ജെൻഡർ, ലിംഗസമത്വമാകട്ടെ,
പല വിധത്തിൽ വൈവിധ്യങ്ങൾ ബദലായിട്ടുള്ള ജീവിതങ്ങൾ ജീവിക്കുന്ന മനുഷ്യരോടുള്ള സമീപനമായിട്ട് കേരളത്തിൻ്റെ നവോത്ഥാനം ആഴത്തിലുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ പൊതു സ്ഥലങ്ങളിൽ പബ്ലിക് സ്പേസസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മാക്രോ സ്ട്രക്ചേഴ്സിൽ പുരോഗമനമുണ്ട്. പക്ഷേ മൈക്രോ സ്ട്രക്ചേഴ്സിൽ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ വളരെ സ്വകാര്യമായ ഇടങ്ങളിൽ, വ്യക്തിപരമായ ഇടങ്ങളിൽ നമുക്ക് ഈ പറയുന്ന നവോത്ഥാനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കണം. നമ്മുടെ വീടുകളിൽ അല്ലേ ജാതീയത വളരുന്നത്? നമ്മുടെ വീടുകളിലല്ലേ ഏറ്റവും കൂടുതൽ പാട്രിയാർക്കി കരുത്തോടെ നിൽക്കുന്നത്? വർഗീയതയുടെ തുടക്കം നമ്മുടെ വീടുകളിലെ സംഭാഷണങ്ങളിലല്ലേ? അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തിൽ ഒരു ആഴത്തിലുള്ള ആധുനികത അല്ലെങ്കിൽ നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം ഉണ്ടായിട്ടും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആളുകളുടെ മതവിശ്വാസം, അത് പൊതുസമൂഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്, ഈ തെരഞ്ഞെടുപ്പിലും വലിയ ഉത്തരവാദിത്തമാണ്. മതവിശ്വാസം ഒരിക്കലും മതവിദ്വേഷമാവേണ്ട ആവശ്യമില്ല. മതവിശ്വാസമുള്ള മനുഷ്യർക്ക്, യഥാർത്ഥ മതവിശ്വാസികൾക്ക്, യഥാർത്ഥ വിശ്വാസമുള്ള മനുഷ്യർക്ക് മറ്റു മതത്തിലെ മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റണം. മറ്റു മതത്തോടുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒന്നും യഥാർത്ഥ മതവിശ്വാസമില്ലെന്ന അല്ല എന്ന ആളുകൾക്ക് തിരിച്ചറിയണം. വളരെ സെക്യുലറായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് മതത്തെ സമീപിക്കുന്നത് പലപ്പോഴും. ആ മതവിശ്വാസത്തെ ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തി ദുരുപയോഗം ചെയ്യുകയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹിന്ദുത്വയും ഹിന്ദുമതവും ഒന്നല്ല. ഏത് മതത്തിലെയും തീവ്രവാദത്തെ എതിർക്കണം, ഏത് വർഗീയതയും എതിർക്കണം. അത് ഭൂരിപക്ഷത്തിൻ്റെ ആയാലും ഏത് ന്യൂനപക്ഷത്തിൻ്റെ ആയാലും. ഒരുപക്ഷെ ഈ ഹിന്ദു അപകടത്തിലാണ് എന്നുള്ള സംഘപരിവാറിൻ്റെ പ്രചാരണം കേരളത്തിലും സ്വാധീനമുണ്ടായതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊരു സ്വന്തം മതത്തെ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കാനുള്ളൊരു രീതി അല്ലെങ്കിൽ വഴിയായിട്ട് അവരെ മതത്തിനോടുള്ള വിദ്വേഷം പുറത്തേക്ക് വരുന്നത്? അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഒന്ന്, എല്ലാവർക്കും അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കുറേയിട്ട എല്ലാ മനുഷ്യരെയും നമ്മൾ BJP RSS ആക്കേണ്ട ആവശ്യമില്ല. നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന എല്ലാവരും മത തീവ്രവാദി ആവണം എന്നില്ല. പള്ളിയിൽ പോകുന്ന എല്ലാവരും കാസ പറയുന്ന ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരാവണം എന്നില്ല. സാധാരണ മനുഷ്യരുടെ മതവിശ്വാസത്തെ, മതേതരരായ മനുഷ്യരുടെ മതവിശ്വാസത്തെ അങ്ങനെ ബഹുമാനിക്കാൻ പറ്റണം. അത് പൊതുസമൂഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കാണാൻ നമ്മളെല്ലാത്തിനെയും സാമാന്യവൽക്കരിച്ചുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിനകത്തും അപകടമുണ്ട്. ഇതിൻ്റെ അകത്തൊരു ചാലഞ്ച് എന്നുള്ളത് ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദുത്വ ഐഡിയോളജി ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. നേരത്തെ ജ്യോതി പറഞ്ഞു, എല്ലാ മതങ്ങളിലും തീവ്രവാദവും, എല്ലാ മതങ്ങളിലും ആചാരങ്ങളും എതിർക്കേണ്ട വശങ്ങളും പാട്രിയാർക്കി, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റു മതത്തിൽ തീവ്രവാദം പറയാത്തത്? പക്ഷെ നമുക്കുള്ളൊരു കാരണം എന്ന് പറയുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അധികാര വ്യവസ്ഥയ്ക്കകത്ത് ഹിന്ദുത്വ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് പലപ്പോഴും നമ്മൾ വളരെ ഫോക്കസ്ഡായി ഹിന്ദുത്വയെ എതിർക്കുമ്പോൾ, ഹിന്ദു മതത്തെ അല്ല, ഹിന്ദുത്വ എന്നുള്ള ആശയധാരയെ എതിർക്കുമ്പോൾ പലരും പറയുന്നത് അതേപോലെ തുല്യമായി നിങ്ങൾ ഇസ്ലാം മതത്തിനെ എതിർക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലെ പ്രശ്നങ്ങൾ കാണൂ. പക്ഷെ അവിടെ ഒരു വിവേചനത്തിന്റെ ആവശ്യം കൂടി ഇല്ല ഈ കാലത്ത്. വ്യക്തതയുണ്ട്, കൃത്യമായ വ്യക്തതയുണ്ട്. ഒരു വർഗീയതയും ന്യായീകരിക്കാൻ പറ്റില്ല. അത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു വർഗീയതയും ഒരു മത തീവ്രവാദത്തെയും നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല, അതിനോട് യോജിക്കാൻ പറ്റില്ല. ശിവു പറഞ്ഞതിനോട് യോജിക്കുന്നു. ഹിന്ദുത്വയെ ഏറ്റവും ശക്തമായി എതിർക്കേണ്ടത് ഈ കാലഘട്ടത്തിന് അനിവാര്യതയാകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഹിന്ദുത്വ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവരിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. ആ ഭരണകൂടം ഈ ഐഡിയോളജിയെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും കടത്തിവിടുന്നു. ഈ ഐഡിയോളജി ഉപയോഗിച്ച്, ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നു. പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി പൗരത്വത്തെ മതവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ
അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ വിവേചനം സമൂഹത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ മണിപ്പൂരിൽ പ്രശ്നമുണ്ടായിട്ട് അല്പം പോലും സെൻസിറ്റിവിറ്റി കാണിക്കാത്തൊരു ഭരണകൂടം, ഭരണാധികാരികൾക്ക് അവിടെ പോകാതിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റുമ്പം നമ്മൾക്ക് കൂടുതൽ ശക്തമായി അതിനെ എതിർക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതിനെ എതിർക്കുമ്പോൾ തന്നെ വർഗീയത എന്ന ആശയം അത് ആരുടെ ഭാഗത്തു നിന്നായാലും അതിനെ എതിർക്കണം. അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ദേശസ്നേഹം എന്നുള്ളത്. ഇന്ന് ദേശസ്നേഹം എന്നുള്ളത് ഈ ദേശത്ത് വസിക്കുന്നവരുടെ ഒരു മാനസിക അവസ്ഥയല്ല, മറിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അതും അതിൽ തന്നെ ഒരു പ്രത്യേക ഒരു മൈനോറിറ്റി അവരുടെ ഒരു കുത്തക എന്ന രീതിയിൽ ബാക്കിയുള്ളവരെല്ലാം ദേശസ്നേഹികളല്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും എതിരഭിപ്രായം പറയുന്നവർ അവർ ദേശസ്നേഹികളല്ല എന്ന് വരുമ്പോൾ യഥാർത്ഥ ദേശസ്നേഹം ഇവിടെ തിരിച്ചറിയാതെ പോകുന്നില്ല. വലിയൊരാളുകൾ അതിൻ്റെ ഇരകളല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ പ്രൊപ്പഗാൻഡ മെഷീനറി ഉണ്ടല്ലോ. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു, കൃത്യമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ്, വ്യാജ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ അതുപോലെ ചരിത്രത്തെ മാറ്റുകയാണ്, പാഠപുസ്തകങ്ങൾ NCERT പാഠപുസ്തകങ്ങൾ മാറ്റുകയാണ്, ചരിത്രം മാറ്റുകയാണ്, പൂർണ്ണമായിട്ടുള്ള നരേറ്റീവ്സ് ആഖ്യാനങ്ങൾ മാറ്റുകയാണ്. ഹിന്ദുത്വ ഒരു ബഹുമുഖ പ്രോജക്റ്റാണ്. അതിൽ സാംസ്കാരിക തലത്തിൽ സിനിമകൾ വരെയാണ്. അതെ, ബൗദ്ധികമായിട്ടുള്ള ഇടപെടലുകൾ അതിനകത്തുണ്ട്. ബൗദ്ധികമായിട്ടുള്ള ഒരു തലത്തിൽ അതുപോട്ടെ പുരോഗമന ആശയങ്ങളെ പോലും ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് എന്ന രീതിയിൽ ഒരു കൗണ്ടർ പുരോഗമന ആശയങ്ങൾക്ക് വരെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ പല തലത്തിൽ അതിൻ്റെ കൂടെ അതിൽ വികസനം ചേർക്കുന്നു, അതിൻ്റെ കൂടെ ക്ഷേമ പദ്ധതികൾ ചേർക്കുന്നു. ഇങ്ങനെ പല തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. RSSനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് ഹിന്ദു മതത്തെ വിമർശിക്കുന്നതാവുന്നത്? ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന RSS അല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ. എങ്ങനെയാണ് ഇതിൻ്റെ കുത്തക, ദേശസ്നേഹത്തിൻ്റെ കുത്തക എങ്ങനെയാണ് ഒരു മതത്തിന് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റുക? അല്ലെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ എങ്ങനെയാണ് മറ്റൊരാളെ വെറുക്കാൻ കഴിയുക, കൊല്ലാൻ കഴിയുക? അല്ല, ഒരു ആശയധാരയ്ക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു കുത്തക എടുക്കാൻ പറ്റുക? ഇല്ല, അത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ. ദേശസ്നേഹത്തിന് ഏറ്റവും വലിയ അവകാശവാദം ഉന്നയിക്കേണ്ടത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മനുഷ്യരല്ലേ, അതിനുവേണ്ടി പ്രവർത്തിച്ച മനുഷ്യരല്ലേ. ഇങ്ങനെയുള്ള നരേറ്റീവ്സ് മാറ്റുമ്പോൾ ഒരു മതത്തിൻ്റെ കുത്തക, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കുത്തക, ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കുത്തക, ഈ രാജ്യത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ കുത്തകയല്ല, ഒരു ആശയധാര ഞങ്ങളുടേത് മാത്രമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശരിക്കും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് ഈ സൗഹാർദ്ദമില്ലെങ്കിൽ, ഈ മതേതര ജനായത്ത അടിത്തറയില്ലെങ്കിൽ ഭാവി എന്തായിരിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ എപ്പോഴും പറയാം, എൻ്റെ മകൻ ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ വളർന്നു വരുമ്പം ഏത് രാജ്യത്തായിരിക്കും അവൻ ജീവിക്കേണ്ടി വരിക? ഒരേപോലത്തെ മനുഷ്യരും, ഒരേ വിശ്വാസങ്ങളുള്ള മനുഷ്യരും, ഒരേ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരും, ഒരേ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം, ഒരു വൈവിധ്യവും ഇല്ലാതെ ഒരു ഭൂരിപക്ഷത്തിന് മറ്റുള്ളവരെ അടിച്ചമർത്താൻ സ്വാതന്ത്ര്യമുള്ള, അവർക്ക് ഞങ്ങൾക്ക് അടിച്ചമർത്താൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് എങ്ങനെയാണ് ജനായത്ത വിശ്വാസത്തോടു കൂടി നമ്മുടെ കുട്ടികൾ ജീവിക്കുക? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ ജനായത്തത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കിന്ന് സാധാരണ മനുഷ്യർക്ക്, ഈ രാജ്യത്തിൻ്റെ ഈ സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആ ജനായത്ത മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് നിലകൊള്ളുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നിപ്പം വാട്സപ്പാണ് ഇന്ന് ഒരുപാട് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നൊരു മാധ്യമം. ആ രീതിയിൽ വാട്സപ്പിലൂടെ കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് തോന്നുന്നൊരു ഏവറേജ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളുടെ വാട്സപ്പിലേക്ക് എത്തിയിട്ടുണ്ടാകുക കൂടുതലും വിദ്വേഷം പരത്തുന്ന മെസ്സേജുകളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരപര മതത്തെ ഇകഴ്ത്തി കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വെറുപ്പ് പരത്തുന്നതായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനൊരാൾ വഴങ്ങുന്നുണ്ടോ, അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള വേറെ കാര്യം. ഇങ്ങനെ ഈ രീതിയിൽ ഒരു വെറുപ്പിൻ്റെ ഒരു ലോകം സൃഷ്ടിക്കുന്നതിൽ ഈ ഒരു 10 വർഷത്തെ ഭരണം ശരിക്കും സഹായിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ വെറുപ്പ് പടർത്താൻ പറ്റുമോ? രാജ്യത്ത് വെറുപ്പ് പടരുമ്പോൾ നമ്മുടെ രാജ്യമല്ലേ ബുദ്ധിമുട്ടുക?
മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ നമ്മൾ വിവേചനം കാണിച്ച മറ്റ് രാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മനുഷ്യർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് മനുഷ്യർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അവിടെയൊന്നും ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമല്ല അവിടെയുള്ള മതങ്ങൾ. അവിടെയുള്ളവർ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആളുകളോട് വിവേചനം കാണിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ പ്രവാസികൾ ജീവിക്കുക? ഇവിടെ നമ്മൾ യുക്തി പ്രയോഗിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ മനുഷ്യനത് മനസ്സിലാവില്ലേ? എങ്ങനെയാണ് മതത്തിൻ്റെ പേരിൽ ഈശ്വരവിശ്വാസം എവിടെയാണ് ഉണ്ടാകുക? നിങ്ങൾ മറ്റു മനുഷ്യരെ വെറുക്കുകയാണെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്തിടത്ത് എവിടെയാണ് ഈ ഭക്തി ഉണ്ടാവുക? മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. മനുഷ്യൻ്റെ കണ്ണീര് മനുഷ്യനെ വിഷമിപ്പിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അവരുടെ കണ്ണീര് ഒപ്പാൻ പറ്റിയില്ലെങ്കിൽ, ആ സമയത്ത് കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്താ പറയുക, എങ്ങനെയാണ് അവിടെ മതവിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഇതൊക്കെ മതത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും പേരിൽ അധികാരം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ മാത്രമല്ലേ? പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം, ഇത് വെറും അധികാരവും അല്ലെങ്കിൽ പണവും നിലനിർത്താനുള്ള, പണം കണ്ടെത്താനുള്ള വഴിയാണെന്ന്, മറിച്ച് ഇതിന് യഥാർത്ഥ മതമൂല്യങ്ങളുമായി സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്ക് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? കാര്യം ഇത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവണം. ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പം നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മതേതര പാർട്ടികൾ നേരത്തെ പറഞ്ഞ ബഹുമുഖ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വയെ നേരിടാൻ അവർ ശരിക്കും പ്രാപ്തരാണോ? അത് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് മാത്രം പറ്റുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇപ്പോൾ ഷിബു തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരെ, പൊതുസമൂഹം എല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഇത് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. സാംസ്കാരിക ലോകത്ത് സാംസ്കാരിക പ്രവർത്തകരിൽ നിന്ന് ആ ചെറുത്തുനിൽപ്പുണ്ടാകണം. കലയുടെ ലോകത്ത് നിന്ന് കലാകാരന്മാരിൽ നിന്നും കലാകാരികളിൽ നിന്നും ആ ചെറുത്തുനിൽപ്പുണ്ടാവണം. എഴുത്തിൻ്റെ ലോകത്തുണ്ടാവണം, സാഹിത്യത്തിൻ്റെ ലോകത്തുണ്ടാവണം ആ ചെറുത്തുനിൽപ്പ്. നമ്മുടെ കുട്ടികളെ സജ്ജരാക്കണം. ഇന്ത്യൻ ഭരണഘടനയെ ആധാരമാക്കിയിട്ടുള്ള രാഷ്ട്രീയം അത് ജനങ്ങളിൽ എത്തണം. ഭരണഘടനാ മൂല്യങ്ങൾ ജനങ്ങളിൽ എത്തണം. സാമൂഹ്യ പരിഷ്കരണം അനിവാര്യമായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ടാവണം. ഈ പറയുന്ന ഒരു ഏകാത്മകതയെ ശക്തമായി ചോദ്യം ചെയ്യാൻ, ഇപ്പോൾ കർഷക സമരത്തിൻ്റെ CAക്കെതിരെയായിട്ടുള്ള സമരത്തിൻ്റെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിൽ മുമ്പിൽ നിന്നത് സ്ത്രീകളാണ്. കർഷക സമരത്തിൽ സ്ത്രീകളുടെ വലിയ പ്രാതിനിധ്യം, സ്ത്രീകളുടെ ശബ്ദം, ഇന്ത്യൻ ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സ്ത്രീകളുടെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകളുടെ ശബ്ദം കേൾക്കേണ്ട ഇടങ്ങളിൽ കേൾക്കണമെങ്കിൽ ലിംഗസമത്വത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം. ദളിത് വിഭാഗങ്ങളെ, ആദിവാസി വിഭാഗങ്ങളെ, ചെറുപ്പക്കാരെ ഒക്കെ ചേർത്ത് നിർത്തുന്ന, എല്ലാ ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് നിർത്തുന്ന വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയം നിലനിന്നിട്ട് ആ വൈവിധ്യം കൊണ്ട് വേണം നമ്മൾ ഈ ഏകാത്മകതയെ ചോദ്യം ചെയ്യാൻ. ഈ പറഞ്ഞ ഒരു ജനകീയ മുന്നേറ്റത്തിൽ യുവജനങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതല്ലേ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ യുവസമൂഹങ്ങളോട് സംവദിക്കുന്ന ഭാഷ, അതിനുപയോഗിക്കുന്ന ടൂളുകൾ കാലോചിതമായി മാറ്റം വരാത്തത് കൊണ്ടുകൂടിയല്ലേ അവരെ ഈ പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കാതിരിക്കാൻ കഴിയുന്നത്? യുവതലമുറയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർക്ക് രാഷ്ട്രീയം അത് ഇത്തിരി ആശയക്കുഴപ്പമുള്ളതാണ്. അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയം ഉണ്ടോ, രാഷ്ട്രീയമില്ല. ഒരുപാട് പേര് പറയുന്നു അവർ പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്സിൽ അവർക്ക് താല്പര്യമില്ല. പക്ഷെ അവരിടുന്ന വേഷത്തിലൊരു രാഷ്ട്രീയമില്ലേ? അവരുടെ ജെൻഡർ ഇടപെടലുകളിലൊരു രാഷ്ട്രീയമില്ലേ? അവരവരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനം എടുക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ? അവരുടെ ചിന്താധാരയിൽ നമുക്ക് രാജ്യത്തെ സമൂഹത്തെ കൊണ്ടുവരാൻ പറ്റണം. അവരുടെ ജീവിതം മെച്ചപ്പെടുന്നത് അവരുടെ ജീവിതത്തിൻ്റെ മേൽ അവർക്കൊരു അധികാരം ഉണ്ടാകുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ മേലൊരു നിയന്ത്രണ അധികാരം ഉണ്ടാകുമ്പോൾ, സ്വന്തം സ്വപ്നങ്ങളിലേക്ക് അവർ പോകുമ്പോൾ അതിൻ്റെ കൂടെ അവരുടെ രാജ്യം, അവരുടെ സമൂഹം, അവരുടെ ചുറ്റുമുള്ള മനുഷ്യരും ഉണ്ടാകണം എന്നൊരു മൂല്യബോധം അവരിൽ നമുക്ക് കൊടുക്കാൻ പറ്റണ്ടേ? അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുക അവരിലുണ്ടാവും. അവരിലൊരു എംപത്തറ്റിക് ആയിട്ടുള്ള ചുറ്റുമുള്ള സമൂഹത്തെ കാണാനുള്ളൊരു ചിന്ത കൂടി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പവും വിജയത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ കുറേ കൂടെ മാറേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ഇന്ന് യുവതലമുറയ്ക്ക്
കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സാങ്കേതിക വിദ്യയുണ്ട്, സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. പക്ഷേ ഈ നേരത്തെ ഉള്ളതിനെക്കാട്ടും കൂടുതൽ പക്ഷേ വേറെ രീതിയിലുള്ള പല സ്വാതന്ത്ര്യവും യുവതലമുറ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോദി ഭരണകൂടം അവർ പ്രചരിപ്പിക്കുന്ന പോലെ ദേശസ്നേഹത്തിൻ്റെ വക്താക്കളോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെല്ലാം മറിച്ച് അവരുടെ വളരെ ചുരുങ്ങിയ അവരുടെ തന്നെ ചില അജണ്ടകൾക്ക് വേണ്ടി ഇന്ത്യയെ ഉപയോഗിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന യുവതലമുറ തിരിച്ചറിയാതെ പോകുന്നത്? അത് വലിയൊരു അത്ഭുതം. അവരോട് പറഞ്ഞിട്ടുണ്ടോ? പറയേണ്ട രീതിയിൽ നമ്മൾ അവരോട് പറയുന്നുണ്ടോ? എനിക്കറിയില്ല അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം തരാൻ. നമുക്ക് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ അവരോട് സംവദിക്കണമെങ്കിൽ അവരെ മനസ്സിലാക്കണ്ടേ, അവരെ പഠിക്കണ്ടേ, അവർ ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ മനസ്സിലുള്ളത് എന്താണ്, അവരെ കേൾക്കണ്ടേ. അവരെ കേൾക്കണം, അവരെ മനസ്സിലാക്കണം, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം. ഞാൻ വിചാരിക്കുന്നത് തുല്യതയ്ക്കെതിരെയുള്ള ഒന്നിനെയും യുവതലമുറ ഉൾക്കൊള്ളുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നത് അവർ ഒരു അടിച്ചമർത്തലിനും ഒരു ആധിപത്യത്തിനും ഒരു വിധേയത്വത്തിനും ഒന്നും നിന്നു കൊടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സംഘപരിവാർ ആശയങ്ങൾ എവിടെയാണ് തുല്യതയുള്ളത്, എവിടെയാണ് ഈ ആധിപത്യത്തിനെതിരെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട, ഉത്തരം കണ്ടെത്തേണ്ട ഒന്നാണ്. അവർ ട്രാപ്പിലായി പോകുന്നത് ആ വികസനം എന്ന കാഴ്ചപ്പാടിലാണോ? അവരെവിടെയാണ് ഈ ആശയങ്ങൾ അവരെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവരുടെ പാരമ്പര്യത്തോടുള്ള താല്പര്യത്തിലാണോ, അതേസമയം ആധുനികതയിലാണോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം BJP RSS പ്രത്യയശാസ്ത്രം അവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പിറകോട്ട് പോകുന്നു. അതേസമയം 2047 ഇന്ത്യയെക്കുറിച്ചും പറയുന്ന ഒരു വല്ലാത്ത എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒരു ഡെഡ്ലി കോക്ടെയിലാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് മോദി സർക്കാർ പ്രഖ്യാപിച്ച ഒരു കാര്യവും നടപ്പിലാക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളുടെ നീണ്ട നിരയാണെന്നും തിരിച്ചറിയാനുള്ള യുക്തിബോധം അവർക്ക് ഉണ്ടാവേണ്ടതല്ലേ? യുവജനങ്ങൾ അവരുടെ ഇടയിൽ ആ ഒരു, പിന്നെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറയുണ്ട് ഇപ്പം, അവരുടെ ഇടയിൽ ആ രാഷ്ട്രീയ ബോധം നമ്മൾ കൊണ്ടുവരണം. വോട്ട് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്, എന്ത് ആശയ സംഹിതയ്ക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്, ഐഡിയോളജി എത്ര. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തോ ആണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. പൊളിറ്റിക്സ് നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പൊളിറ്റിക്സ് നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല, അത് ആരോ കുറച്ച് പേര് ചെയ്യുന്നതാണെന്നുള്ളൊരു ബോധ്യം പുതിയ തലമുറയിൽ നിന്ന് മാറ്റം. കാരണം പൊളിറ്റിക്സ് നമ്മുടെ ജീവിതത്തിൻ്റെ പൊളിറ്റീഷ്യൻസ് എടുക്കുന്ന തീരുമാനങ്ങളല്ലേ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്നത്. നമ്മുടെ എല്ലാ നയപരമായ കാര്യങ്ങളിലും, നമ്മളുടെ ജോലി, തൊഴിലില്ലായ്മ. ഇപ്പോൾ യുവജനങ്ങളോട് തൊഴിലില്ലായ്മയെ പറ്റി വസ്തുതാപരമായിട്ട് ഫാക്ട്സ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. പക്ഷെ യുവതലമുറയ്ക്ക് ആർക്കെങ്കിലും പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ആ പ്രതീക്ഷയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുക. അതിൽ പിന്നെ നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെ കാലത്ത്, ഈ വാട്സപ്പ് സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എത്രമാത്രം അസത്യ പ്രചരണങ്ങളുടെ ഒരു ഇടമായിട്ട് മാറുന്നു. അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക ഇതിനെയൊക്കെ? അതൊരു കൃത്യമായ ബോധവൽക്കരണം, അടിത്തട്ടിലെ പ്രവർത്തനം, അത് തെരഞ്ഞെടുപ്പിനപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ, പക്ഷെ അവിടെയുള്ള വെല്ലുവിളി പാഠപുസ്തകം ഭരണകൂടം മാറ്റുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് കൃത്യമായ ചരിത്രം പറഞ്ഞു കൊടുക്കുക? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു 10 വർഷത്തെ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖലയിൽ നടന്നൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉന്നയിക്കപ്പെടുകയും രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ പറ്റി വളരെ വിശദമായ അല്ലെങ്കിൽ വളരെ ക്രിയാത്മകമായ ചർച്ചകളും അല്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു ശുഭസൂചകമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഈ രാജ്യം അങ്ങനെയൊന്നും, ഈ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വത്വത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ? മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിവിടെ ഉണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. ഞാനിങ്ങനെയാണ്, പക്ഷെ അതേസമയം എന്നിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നില്ല യുവതലമുറ അടിച്ചേൽപ്പിക്കലിൽ വിശ്വസിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാതിരിക്കുന്നതിൽ വിശ്വസിക്കുന്നവരാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുള്ളിടത്തോളം എനിക്ക് തോന്നുന്നില്ല
ഒരിക്കലും ഇതൊരു ചരിത്രത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ അസത്യത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? വിദ്വേഷത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? അധികാര ദുർവിനിയോഗത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? ഭയപ്പെടുത്തലിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? എനിക്കെല്ലാം പറ്റും, ഞാൻ 140 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ കാര്യം ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിൽ എന്ത് ആത്മീയതയാണുള്ളത്, അല്ലെങ്കിൽ എന്ത് മതമാണുള്ളത്? അതിനെത്ര ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആശയധാരയ്ക്ക് എത്ര നാളെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതൊന്നും ശാശ്വതമാണ്, അധികം കാലം നിലനിൽക്കുമെന്ന് കരുതുന്നില്ല. ഈ അവസാനമായിട്ടൊരു കാര്യം പറയുകയാണ്, ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പല പ്രാവശ്യം കേട്ട വാക്കാണ് മോദി ഗ്യാരണ്ടി എന്നുള്ളത്. ഒരുപക്ഷെ BJP എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലും മാറി നിൽക്കുകയും അതൊരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും, മാത്രമല്ല ജ്യോതി തന്നെ പറഞ്ഞതുപോലെ ഒരു മതത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സ്വയം കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയുക എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അവിടെയാണ് മോദി ഗ്യാരണ്ടി എന്ന് പല പ്രാവശ്യം ഒരു രാഷ്ട്രീയ ഒരു പ്രധാനമന്ത്രിക്ക് പലവരും പറയേണ്ടി വരുന്നത്. അതിന്റെ വിരോധാഭാസം ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. എനിക്ക് യുക്തിഭദ്രമായിട്ട് ആദ്യം അത് കേട്ടപ്പോൾ തോന്നിയ ഒരു ചോദ്യം, നമ്മൾ ഒരു കാലത്ത് ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് മതത്തിലാണ് ആത്മീയതൊക്കെ പറയുന്നത്? മനുഷ്യർക്ക് ഞാനെന്നുള്ള ഭാവം പാടില്ല, അല്ലെങ്കിൽ മനുഷ്യർ വളരെ നിസ്സാരരാണ് എന്നൊക്കെയല്ലേ ആത്മീയ പുസ്തകങ്ങളും ആത്മീയത പഠിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് ഞാൻ ഗ്യാരണ്ടി ആണെന്നുള്ളത്? അത് തന്നെ വലിയൊരു വിരോധാഭാസമല്ലേ? ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഗ്യാരണ്ടി ആവാൻ പറ്റുക? അതും ഇത്രയും ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്തിന്റെ അവകാശിയെ ഒരു മനുഷ്യൻ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി രാജ്യത്തിന്റെ സ്വത്വമാണ്, ഇവിടുത്തെ മനുഷ്യരാണ്, ഇവിടുത്തെ വൈവിധ്യമാണ്. നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി അല്ല, മോദിയുടെ ഗ്യാരണ്ടി അല്ല, ഇന്ത്യക്കാരുടെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്, ഇന്ത്യയിലെ ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്, ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്, ഈ രാജ്യത്തെ ജനായത്വത്തിൻ്റെ ഗ്യാരണ്ടിയാണ്, ഈ രാജ്യത്തെ വൈവിധ്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്, ഈ രാജ്യത്തെ മനുഷ്യരെ പരസ്പരം ഒരുമിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ് വേണ്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടിയ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യം ഭാവിയിലേക്ക് എല്ലാ സാമ്പത്തിക വികസനത്തോടു കൂടി മുൻപോട്ട് പോകുമ്പോൾ ഇവിടുത്തെ എല്ലാ മനുഷ്യരും ആ വികസന പ്രക്രിയയുടെ ഭാഗമാകും എന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. എല്ലാ മനുഷ്യരുടെയും ശബ്ദത്തിന് ഇവിടെ പ്രാധാന്യമുണ്ടെന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പൈസ കൊടുത്തുകൊണ്ട് കുറച്ച് അധികം പൈസ കയ്യിലുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്ത് എന്തും നടത്താമെന്നുള്ള ഗ്യാരണ്ടി അല്ല നമുക്ക് വേണ്ടത്. ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി നീതിയുക്തമായി നിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടക്കുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഇവിടുത്തെ അധികാരം ഒരു വ്യക്തിയിലും കേന്ദ്രത്തിലും കേന്ദ്രീകരിക്കില്ല, ഇവിടെ അധികാരം ജനങ്ങളിൽ നിലനിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഒരു ശബ്ദം ഇങ്ങോട്ട് പറയുന്നത് മനുഷ്യർ കേൾക്കുമെന്നുള്ള ഗ്യാരണ്ടി അല്ല, ജനങ്ങളുടെ ശബ്ദം അധികാരത്തിലിരിക്കുന്നവർ കേൾക്കുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത്. മണിപ്പൂർ കലാപം ഉണ്ടായതുപോലെ മണിപ്പൂരിൽ മനുഷ്യർ വിഷമിച്ച് സങ്കടപ്പെടുമ്പം അവിടെ ഭരണാധികാരി ഓടിയെത്തും, അവരുടെ കണ്ണീരൊപ്പും വിഷമം ഒപ്പും എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ഈ ഗ്യാരണ്ടി അല്ല നമുക്ക് വേണ്ടത്. രാജ്യം ഭാവിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ യുവതലമുറയ്ക്ക് തൊഴിലുണ്ടാവുമെന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിത ചെലവ് കൂടില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ആർക്കും ഭയത്തോടെ ജീവിക്കേണ്ടി വരില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. എതിർത്താൽ ഉടനെ ജയിലിലിടും എന്നുള്ള ഭയത്തിൽ നിന്ന് മോചിതരായി നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഈ രാജ്യത്തെ ഇന്ത്യയായി നിലനിർത്തും എന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്തും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത്. ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. ആ ഗ്യാരണ്ടിയെ ഇന്ത്യ തള്ളിക്കളയണം. ഇന്ത്യ തള്ളിക്കളഞ്ഞേ പറ്റൂ, എങ്കിൽ മാത്രമേ ഇന്ത്യയായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഓരോ മനുഷ്യരും രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും, എല്ലാവരുടെ കയ്യിലും പരിമിതികൾ ഉണ്ടാവും, പിഴവുകൾ വന്നിട്ടുണ്ട്. ആ പിഴവുകളൊക്കെ മാറ്റി തിരുത്തി എല്ലാ മനുഷ്യരും മുൻപോട്ട് പോകണം. ഇത് ഭീഷണിപ്പെടുത്തലിൻ്റെയും ഭയപ്പെടുത്തലിൻ്റെയും അസത്യത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തിന് ദീർഘകാലം നിലനിൽക്കാനാവില്ല
ഇന്ത്യ പരാജയപ്പെടില്ല, ഇന്ത്യ ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നും ധൈര്യത്തിൽ നിന്ന് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ എന്ന് കരുതുന്നു. തീർച്ചയായും ഈ ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. വെറുപ്പിന് പകരം സ്നേഹത്തിൻ്റെയും വിഭജനത്തിന് പകരം ഐക്യത്തിൻ്റെയും സന്ദേശം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ജ്യോതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.